ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ. ഓക്കെ, രണ്ടെണ്ണം കൂടി എടുത്ത് നോക്കാം. ഓക്കെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് എന്ന് പറയുമ്പോൾ ഡാമേജ്, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണോ വിഷമം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോഴിരിക്കുന്ന സിറ്റുവേഷനിൽ വിഷമം അനുഭവിക്കുന്നത്, അതുപോലെ അവർക്കും വിഷമം ഉണ്ട്. അവരും ഒരുപാട് മെന്റലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഹേർട്ട് ആയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഡെസ്റ്റിനി, ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്, തേർഡ് പാർട്ടി, സോൾ ടൈം. ഓക്കെ, അതായത് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഇൻവോൾവ്മെന്റ് ആയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് വേറൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ലവർ തന്നെ ആകണമെന്നില്ല. പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഫഷൻ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തേർഡ് പാർട്ടി കാര്യങ്ങളിലൊക്കെ വരും. ഓക്കെ, അപ്പൊ അതില് ഒരു നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു കാര്യം നല്ല രീതിക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവരെവിടെയൊക്കെ പോയി കഴിഞ്ഞാലും, അവരെത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഈ വ്യക്തിനോട് സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നത് പോലെ അവർക്കും തിരിച്ച്, ഇപ്പൊ അവര് ഏത് വ്യക്തികളുടെ വാക്കുകൾ ഇരിക്കുവാണെന്നുണ്ടെങ്കിലും, ഏത് വ്യക്തികളുടെ അടുത്ത് നിൽക്കുവാണെന്നുണ്ടെങ്കിലും, നിങ്ങൾ എതിർത്ത് സംസാരിച്ചാലും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാലും, നിങ്ങളോട് എത്ര നുണ പറയാൻ ശ്രമിച്ചാലും, അവർക്ക് നിങ്ങളോട് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും അവര് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ശരിയായിട്ടുള്ള ഒരു ജീവിത വഴി ശരിയായിട്ടുള്ള, അപ്പൊ ഇത്രയും നാള് തെറ്റാണെന്ന് ഇപ്പൊ മച്ചമ്പിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ് എന്റെ ശരിയായ ജീവിതപാത എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണ സിംഹമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സെൽഫ് ലവ്, അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾക്ക് ഞാൻ സെൽഫായിട്ട് ഹീലാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡിസ്ഹോണസ്റ്റി, നെഗ്ലക്റ്റഡ്, കമ്മിറ്റ്മെന്റ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് ചില കാര്യങ്ങളിൽ നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ നുണ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും നുണകളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നുണകൾ പറഞ്ഞ് പല കാര്യങ്ങളും ന്യായീകരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരെ മോശമാക്കുന്ന എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അല്ല, അങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങളൊക്കെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചില ആളുകളാണെന്നുണ്ടെങ്കിൽ the way you love can never be matched, I failed to give you what you need. അതായത് നിങ്ങള് ഇപ്പൊ നിങ്ങൾക്ക് പകരം വേറെ ഏതൊരു സുഹൃത്തിന്റെ വാക്ക് കേൾക്കുകയോ, പാരന്റ്സിന്റെ കാര്യങ്ങൾ കേൾക്കുകയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തികളുടെ കാര്യങ്ങളിൽ കേൾക്കുകയോ എന്താണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ട്രീറ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച പോലെയോ, നിങ്ങൾ ക്ഷമിച്ച പോലെയോ, അല്ലെങ്കിൽ നിങ്ങൾ
എങ്ങനെയാണോ കെയർ ചെയ്ത പോലെ ആ ഒരു പോയിന്റ് അവർക്ക് മാച്ച് ആകുന്നില്ല. ഓക്കെ, അത് അവർക്ക് എന്താണ്, ചില ആളുകള് ഇപ്പൊ ഒരാള് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയി വേറെ അടുത്ത ആള് വന്നു കഴിഞ്ഞാലും ചില ആളുകൾക്ക് അത് പകരമാവില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. പക്ഷെ ഒരു ചീറ്റർ എന്ന് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ചീറ്ററിന് വേണ്ടി നമ്മൾ ഒരിക്കലും ജീവിതം ഒഴിഞ്ഞു കളയരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല ആളുകളുടെ കാര്യമാണ്. ഓക്കെ, നമ്മളെ വിശ്വസിപ്പിച്ച്, നമ്മളെ സ്നേഹിച്ച്, നമ്മളെല്ലാം ഫിസിക്കലി മെന്റലി യൂട്ടിലൈസ് ചെയ്ത് ചീറ്റ് ചെയ്ത് പോകുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഓക്കെ, നെഗ്ലക്റ്റഡ്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ ചിലപ്പോൾ ഈ ആളുടെ കെയറിങ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം, ഒരുപാട് സമയം, ഒരുപാട് അതായത് നിങ്ങളുടെ ഒരു കേൾവിക്കാരനായിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കേൾവിക്കാരി ആയിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കുറച്ച് റൊമാൻസ് കാര്യങ്ങൾ, നിങ്ങൾ ഒരുപാട് അവരിൽ നിന്ന് മാത്രം ആഗ്രഹിക്കുന്ന കുറച്ച് പർട്ടിക്കുലർ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അവര് നമ്മൾ ഈ വിശക്കുന്ന സമയത്തല്ലേ ഭക്ഷണം കൊടുക്കേണ്ടത്, അല്ലാതെ അല്ലാത്ത സമയത്ത് നമുക്ക് എത്ര ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പൊ ആ ഒരു ടൈമിൽ അവര് തരാൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളോട് പല റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ അവര് ഫെയിൽഡ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി, അവരെ അവഗണിച്ചു, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കാം. കമ്മിറ്റ്മെന്റ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. അവര് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. തിങ്സ് ഡിഡ് നോട്ട് ഗോ ദ വേ ഐ പ്ലാൻഡ്. അപ്പൊ മച്ചമ്പി കുറെ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലാനിങ്ങിന്റെ ആളായിരുന്നു. അപ്പൊ പ്ലാനിങ് ഒക്കെ ചെയ്തോണ്ടിരുന്നപ്പോ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പോ ഒരു സ്വഭാവം ഉണ്ടാവും. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ടോട്ടലി അയാളെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുക എന്നൊക്കെ പറയില്ലേ, അത് ചിലപ്പോ ചെയ്തിട്ടുണ്ടാവാം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ചില ആളുകളുടെ കാര്യം പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചിട്ടുണ്ടാവും. മച്ചമ്പി വേണമെന്നുണ്ടെങ്കിൽ ടൈം പാസിന് ഇവിടെ വന്ന് എത്തി നോക്കിയിട്ട് പോകാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഫിനാൻഷ്യൽ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ സെക്ഷലി കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പൊ അത് നിങ്ങൾ കൊടുക്കില്ല, അല്ലെങ്കിൽ നിങ്ങളത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിയുടെ പാട് നോക്കി പോയതായിരിക്കാം. ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് നിങ്ങളുടെ അടുത്ത് കണ്ടിട്ടായിരിക്കാം വന്നത്. ഓക്കെ, അത് ചില ആളുകൾക്ക് മാത്രം ഉള്ള ഒരു കാര്യമാണ്. മെന്റ്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഈഗോ. ഇതൊക്കെ ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. ഗോസിപ്പ്. ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. അതായത് ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ ആയിരിക്കാം, കാണുന്നവർ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആള് അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കാം. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മറ്റുള്ളവരറിയോ, മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും, നിങ്ങൾ തമ്മിൽ പ്രൊഫഷൻ വൈസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി, ഫിസിക്കൽ അപ്പിയറൻസ്, അല്ലെന്നുണ്ടെങ്കിൽ ഏജ് ഡിഫറൻസ്, അല്ലെങ്കിൽ വേറൊരാളുടെ വൈഫ്, വേറൊരാളുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം അവർ മാരീഡ് അല്ല, അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം നിങ്ങൾ മാരീഡ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു, നമ്മളിങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നടന്നാൽ സൊസൈറ്റി എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള ഈ നിങ്ങളുടെ വ്യക്തിക്ക് പേടിയുണ്ട്, അങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങളുടെ അടുത്തോട്ട് തരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ നിങ്ങളുടെ മച്ചമ്പി പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് വേറൊരു ഡെക്കിൽ നിന്ന് മെസ്സേജസ് എടുത്ത് നോക്കാം. ഓക്കെ,
ഓക്കെ, ഐ ആം ബ്ലോക്ക്ഡ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം അവിടെ പെട്ടുപോയി, അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ആയിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ബി അലോൺ. ഐ ആം അഫ്രൈഡ് ടു ലൂസ് യു. ഞാൻ നിങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. എനിക്ക് ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒറ്റക്കാകാൻ പേടിയാണ്. എനിക്ക് ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഇഷ്ടമല്ല. ഓക്കെ, ഐ കാൺ പ്രോമിസ് യു എനിത്തിങ്. ഞാൻ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും പ്രോമിസ് ചെയ്ത് തന്നിട്ടില്ലല്ലോ. പക്ഷെ ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ആള്. പക്ഷെ ഞാൻ പല കാര്യങ്ങളും പ്രോമിസ് ചെയ്ത് തന്ന പോലെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നത്. ഞാൻ വന്നാലും സംസാരിക്കുന്നത്, നിങ്ങൾ എന്നോട് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ഞാനൊന്നും പ്രോമിസ് ചെയ്ത് തന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്നോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് അങ്ങനെയുള്ള രീതിയിലൊക്കെ പെരുമാറി. കാരണം നിങ്ങൾ മെന്റലി കണക്റ്റഡ് ആണ്, നല്ല രീതിക്ക് മെന്റലി കണക്റ്റഡ് ആണ്. നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹം കൊണ്ട് അവരെ കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അപ്പൊ അവർക്ക് ചിലപ്പോ അത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയി അവര് വേറെ ഏതെങ്കിലും പരിപാടിയിലോട്ടൊക്കെ പോയതായിരിക്കാം. ഐ വാണ്ട് ടു ബി ഡിഫറെന്റ്. ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ചൈൽഡ്ഹുഡ് ട്രോമ. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ. ഐ കാൺ ലെറ്റ് ഗോ ഓഫ് യു. ഡ്രാമ. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. ഞാൻ വളരെയധികം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാൻ വളരെയധികം വ്യത്യസ്തനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവർക്ക് എല്ലാരെ പറ്റിയും കമ്പയർ ചെയ്യാം. ഇവർക്ക് എല്ലാരെ പറ്റിയും മറ്റുള്ളവരുടെ കാര്യങ്ങള്, കുറ്റങ്ങള്, കുറവുകള്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാം, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാം. പക്ഷെ മറ്റുള്ളവരെ വെച്ച് ഇവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഞാൻ എല്ലാത്തിലും വ്യത്യസ്തനാണ്. ഞാൻ എന്താ പറയാ, മറ്റുള്ളവരെ വെച്ച് എന്നെ കമ്പയർ ചെയ്തൊന്നും ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന, ഞാൻ എല്ലാത്തിലും വളരെയധികം കഴിവുകളുള്ള, അങ്ങനെയൊക്കെയുള്ള എൻ്റെ തെറ്റുകുറ്റങ്ങളൊന്നും മറ്റുള്ളവരെ പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യത്തി. ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. അതായത് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ അടുത്തുനിന്ന് പോയാലും, ഇവരെ ഏത് പ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ടാലും, ഇവരെ ഏത് സിറ്റുവേഷനിൽ ഇരുന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകള് ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒരു വിഷമം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഒരു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ചൈൽഡ്ഹുഡ് ട്രോമ ഒന്നല്ലെന്നുണ്ടെങ്കിൽ കാണുന്ന ആളുകൾക്കായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പേഴ്സൺ, ഈ വ്യക്തിക്കായിരിക്കാം. ഒന്നല്ലെങ്കിൽ ചെറുപ്പത്തിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെറുപ്പത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ കൂടെ തന്നെ വളർന്ന് ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും നമ്മളുടെ ഒരു സോളിന്റെ കൂടെ തന്നെ ഇപ്പോഴും ആ ഒരു ഹീലാകാതെ ആ ഒരു കോർണറിൽ അവിടെ ഉണ്ടാവാം. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ. അതായത് എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വേറെ പരിപാടികളിലൊക്കെ ഇട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ആരും എന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ് മച്ചമ്പി പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ കാൺ ലെറ്റ് ഗോ ഓഫ് യു. നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും തേർഡ് പാർട്ടി വന്നിട്ടോ അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടോ ഒന്നും ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രാമ. ഐ ഡോണ്ട് നോ വേർ ടു സ്റ്റാർട്ട്. എനിക്ക് എവിടെന്ന് തുടങ്ങണമെന്ന് ആഗ്രഹം അറിയില്ല. തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും, പക്ഷെ അറിയില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോ നിങ്ങൾ എന്ത് പറയും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പുള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭവിഷ്യത്തിനെ ആലോചിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം. ഓക്കെ,
യെസ്, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന സമയമായിരിക്കാം. കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ കുറച്ച് പേർക്ക് വരുമായിരിക്കാം, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കുറച്ച് പേർക്ക് വരുമായിരിക്കാം. ഓക്കെ, ഈ ആഴ്ചകൾക്കുള്ളിൽ എന്ന് കണ്ടവരും മാസങ്ങൾക്കുള്ളിൽ എന്ന് കണ്ടവരോ മാസങ്ങൾക്കുള്ളിൽ, അതൊരു നെറ്റി ഒന്ന് ചുളിഞ്ഞു. കാരണം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മളിപ്പോ ഒരു വ്യക്തി പെട്ടെന്ന് വന്നിട്ട് കാര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരു പ്യൂരിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് എല്ലാവരുടെ അടുത്തോട്ടും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ വിഷമങ്ങൾ കേൾക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ മനസ്സാൽ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും കാര്യങ്ങൾ പെട്ടെന്ന് നടക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് വരുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, അതായത് ഇപ്പൊ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ വരുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് വ്യക്തതയോടുകൂടി സംസാരിക്കുക. അല്ലാതെ നമ്മൾ കുറച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടോ കുറേ അധികം വലിയ രീതിയിൽ വലിയ വലിയ ദേഷ്യങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ പറഞ്ഞിട്ട് പോകുമ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങളിലോട്ട് പോവുകയുള്ളൂ. നിങ്ങൾ എന്താണോ, നിങ്ങൾക്ക് ഈ വ്യക്തി വീണ്ടും വേണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വ്യക്തി ഒരു ചീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ആയിട്ട് വിശ്വാസപൂർവം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ശ്രമിക്കുക. കാരണം അവര് നിങ്ങളോടും അങ്ങനെ നടത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക. അവരുടെ സംസാരം കേൾക്കുമ്പോൾ അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതിൽ എത്രമാത്രം വിശ്വാസ്യത ഉണ്ട്, ഇതിൽ എത്രമാത്രം സംസാരത്തിൽ എത്രമാത്രം പ്യൂരിറ്റി ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൻ്റെ അകത്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് യെസ് ആണ്. ബിഗ് ഹാപ്പി ചേഞ്ചസ്. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരു നല്ലൊരു പ്യൂരിഫിക്കേഷൻ, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട്, ഒരു ട്രാൻസ്ഫോർമേഷനിലോട്ട് വരുവാണ്. അപ്പൊ അത് നമ്മളത് സ്വീകരിക്കുക. അല്ലാതെ കരഞ്ഞോ നിലവിളിച്ചോ ബഹളം ഉണ്ടാക്കിയൊന്നും ഇരിക്കാതെ, ഒരു സൈലന്റ് ആയിട്ട് ഓവർ തിങ്കിങ്ങും ചെയ്തിരിക്കാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ അർപ്പിക്കുക. നമ്മൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ലെസൺസ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ എടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ഒരുപാട് അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.